ഷോർജയിൽ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്ര അടിപൊളിയായിട്ട് ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. മെഹന്തി ഇടാൻ താല്പര്യം കഴിവുള്ളവരെ കൊണ്ട് നമ്മളൊരു മെഹന്തി കോമ്പറ്റീഷൻ ആണ് കേട്ടോ ആദ്യം തന്നെ നടത്തിയത്. ഗൂഗിളിന്നൊക്കെ നോക്കി നല്ല നൈസ് ഡിസൈൻസ് ആണ് കേട്ടോ ഇവരൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ആ നേരം കൊണ്ട് ബാക്കി നമ്മളെപ്പോലുള്ള എല്ലാവരും കൂടെ ദംശരാജും അന്താക്ഷരും ഒക്കെ കളിച്ച് ടൈം സ്പെൻഡ് ആക്കി. സാധാരണ നാട്ടിലൊക്കെ വെച്ച് പെരുന്നാളിനേക്കാൾ എനിക്കിഷ്ടം പെരുന്നാളിന്റെ തലേന്ന് രാത്രിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സെലിബ്രേഷൻ ആ ടൈമിൽ തന്നെ വെച്ചത്. ആദ്യം ഇവർക്കൊരു 45 മിനിറ്റ്സ് ആണ് മെഹന്തി ഇടാൻ കൊടുത്തത്. ആ ടൈമിൽ 8 കഴിയാത്തതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. എല്ലാ മെഹന്തി നല്ല ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം വന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വിന്നറെ ചൂസ് ചെയ്തത്. അടുത്തതായിട്ട് പടക്കം പൊട്ടിക്കലായിരുന്നു. നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൽ തൊട്ട് തന്നെ ഉള്ളതുകൊണ്ട് അവന്മാരും എത്തിയിട്ടുണ്ടായി കറക്റ്റ് ടൈം. ബഹളം കെട്ട് ജോർജിയൻസ് ഒക്കെ പുറത്തിറങ്ങിയെങ്കിലും അവരും കൂടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് കയറി പോവാണ് കേട്ടോ ചെയ്തത്. ചെറുതായിട്ട് ഞാനൊന്ന് പേടിച്ചായിരുന്നു ഫൈൻ വല്ലതും വരുമോന്ന് ഓർത്തിട്ട്. ഇതിൻ്റെ ഇടയിലാണ് എനിക്കൊരു മണ്ടത്തരം പറ്റിയത് മനസ്സിലായത്. മേശപ്പൂ ചോദിച്ചപ്പോൾ ഇവരെനിക്ക് തന്നത് മൂളി പോയി പൊട്ടുന്ന പടക്കം. ഇതൊക്കെയാണ് ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ. ഞാൻ അവിടെ നിന്നൊരു അഭിനയം വരെ കാഴ്ച വെച്ചിട്ടാണ് എനിക്ക് ഈ പടക്കം തന്നത്. എന്നിട്ടും മാറിപ്പോയി. ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ ഗെയിം കളിക്കാൻ പോണേ. ഞാൻ മൈലാഞ്ചിടുന്നുണ്ട്. മൈലാഞ്ചിടാണ്ട് എന്ത് പെരുന്നാള് അല്ലേ. ഈ കലാപരിപാടികളും വർത്താനം പറയലൊക്കെ ഇന്ന് കാലത്ത് 6 മണി വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്.